കർത്താവിൻ്റെ അരിമശിഷ്യനായ വിശുദ്ധ തോമാസ് ലീഹായാൽ മലങ്കരയുടെ മണ്ണിൽ സ്ഥാപിതമായ മലങ്കര മർത്തോമാ സുറിയാനി സഭയിൽ കശീശയായി പട്ടം കെട്ടപ്പെടുന്ന പ്രിയപ്പെട്ട റവറർ ഡീക്കൻ വർഗീസ് കുഞ്ഞുമോൻ ഷമാശന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥന ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നാം പങ്കാളികളാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന നിമിഷങ്ങളാണ്. ദൈവം ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ട് അവസരം നൽകിയതിന്, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത് നിയോഗിച്ചതിന്, ഈ ശുശ്രൂഷയിലേക്ക് അടുപ്പിക്കുവാൻ അനുദിനം അനേകരെ ഒരുക്കിയതിന് ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷങ്ങൾ. അതിൽ ആധ്യാത്മികതയുടെ ആദ്യ പാഠങ്ങൾ നാവിൽ കുറിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മാതാപിതാക്കൾ, കുടുംബ അംഗങ്ങൾ, ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത വന്യ വൈദികർ, സൺഡേ സ്കൂൾ അധ്യാപകർ, ഇടവക ജനങ്ങൾ, വേദശാസ്ത്രത്തിന് ഇടം ലഭ്യമായ വൈദിക സെമിനാരിയിലെ അധ്യാപകർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ നിയോഗ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദീർഘ നാളുകളിലെ പ്രാർത്ഥനകളുടെ ഉത്തരമാണ്. വളരെ നാളുകളായി ജീവിതത്തിൽ കണ്ടതായ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ദൂരെ നിന്ന് വീക്ഷിച്ചതായ ഈ ത്രോണോസിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നൽകുന്ന അവസരം അത് സ്തോത്രത്തിൻ്റെതല്ലാതെ മറ്റൊരു നിമിഷമല്ല. ഇത് പ്രാർത്ഥനയുടെ നിമിഷമാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ കഴിക്കേണ്ട നിമിഷം. പുതിയ നിയോഗിത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവൻ ദൈവം തമ്പുരാൻ മാത്രമാണ്. ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകളാണ് ആ ബലത്തെ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. പട്ടംകൊട ശുശ്രൂഷ ക്രമത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: നിന്റെ കർത്തൃത്വത്തിൻ്റെ വിശുദ്ധ വിളിയാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസനെ നിന്റെ ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകനായും കലവറക്കാരനായും വലത്തേതിനടുത്ത പട്ടക്കാരനായും ഉത്തമ ഭരണക്കാരനായും ആത്മാവിനടുത്ത തൂണായും നിന്റെ ആത്മീക ആടുകൾക്ക് സുഹൃത്തത്തോടു കൂടിയ സാമർഥ്യമുള്ള മൽപ്പാനായിട്ടും ഇവനെ തീർക്കണമേ. നിന്നോടുള്ള ദൈവിക സ്നേഹത്തിലും നിന്നിലുള്ള ഭാഗ്യകരമായ പ്രത്യാശയിലും നീ ഇവനെ ഉറപ്പിക്കണമേ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധിയിലും വെടുപ്പിലും റൂഹായുടെ പ്രകാശത്തിലും ശ്രേഷ്ഠ നടപടികളിലും ഇവനെ നട്ട് അവകൊണ്ട് ഇവനെ നീ അലങ്കരിക്കണമേ. നിന്റെ വിശുദ്ധ മാലാകമാരും സൂക്ഷിച്ചു നോക്കുവാൻ ആഗ്രഹിക്കുന്ന നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ വേലയ്ക്ക് അടുത്തു വരുവാൻ ഇവനെ നീ യോഗ്യനാക്കണമേ. ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള എല്ലാവരും ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ കഴിക്കുന്നു. കർത്താവേ, ഈ നിയുക്ത കശീശായെ നിന്റെ കൃപ നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന്. ഈ പ്രാർത്ഥനകൾ അനുഗ്രഹീതമായ നിമിഷങ്ങളെ ജീവിതത്തിൽ സമ്മാനിച്ച് ഈ സഭയിൽ അനുഗ്രഹീത ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം തമ്പുരാൻ പ്രിയപ്പെട്ട ഷമാശനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 20-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 20 വേഴ്സ് 24. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 24-ാം വാക്യം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിനും കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. പ്രാർത്ഥിക്കുക. സഭയുടെ നാഥനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, നിന്റെ സൃഷ്ടിയിലൂടെ അനുദിനം തിരുസഭയെ നീ കെട്ടുപണി ചെയ്യുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. കാലാകാലങ്ങളിൽ നിന്റെ മക്കളെ തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും നിയോഗിക്കുകയും നിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം.
ഇന്ന് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദി. ഈ പട്ടംകൊട ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ അഭിനന്ദ തിരുമേനിയെ ദൈവം ബലപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് നന്ദി. ശമാശന്മാരുടെ ഗണത്തിൽ നിന്ന് കശിഷന്മാരുടെ ഗണത്തിലേക്ക് ഇന്ന് ഈ വിശുദ്ധ മദ്ബഹായിൽ വെച്ച് പട്ടം കെട്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ റവറർ ഡീക്കൻ വർഗീസ് കുഞ്ഞുമോൻ ശമാശനെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. വചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം, അനുഗ്രഹിക്കണം, ദൈവ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. സകലവും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആദിമ സഭയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ അപ്പോസ്തലന്മാരുടെ ജീവിതവും യെരുശലേമിൽ നിന്ന് റോമൻ സാമ്രാജ്യത്വത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് സഭ എങ്ങനെ വ്യാപിച്ചു എന്ന വിലപ്പെട്ട വിവരണം പങ്കുവയ്ക്കുന്ന പുസ്തകമാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ. 3 പതിറ്റാണ്ടുകൾക്കുള്ളിൽ യെരുശലേമിൽ ഭയത്തോടെ കഴിഞ്ഞതായിട്ടുള്ള വിശ്വാസികളുടെ ഒരു ചെറിയ സമൂഹം യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഗണമായി എങ്ങനെ തീർന്നുവെന്ന് വളരെ വിശദമായി ഈ പുസ്തകം വിവരിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 20-ാം അധ്യായത്തിൽ മെസൊപ്പൊത്താമിയ, ഗ്രീസ് എന്നിവിടങ്ങളിലൂടെ യെരുശലേമിലേക്ക് പോകുവാനായിട്ടുള്ള വിശുദ്ധ പൗലോസ്ലീഹായുടെ യാത്രയെ വിവരിക്കുന്ന വേദഭാഗമാണ്. ത്രോവാസിൽ നിന്ന് മിലേത്തോസിലൂടെ തൻ്റെ യാത്ര ക്രമീകരിക്കുമ്പോൾ തൻ്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ ഏകദേശം 3 വർഷം ചെലവഴിച്ചതായ എഫേസോസിലെ സഭാ മൂപ്പന്മാരെ കാണുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. അവരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ വിവരണവും സംഭാഷണവുമാണ് 18 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭാഷണത്തിൽ വിശുദ്ധ പൗലോസ് തൻ്റെ വിശ്വസ്തവും സമർപ്പിതവുമായ ശുശ്രൂഷയെ പറ്റി വിവരിക്കുകയാണ്. തൻ്റെ ശുശ്രൂഷയിൽ ഇതുവരെ താൻ കാത്തു സൂക്ഷിച്ച അടിസ്ഥാന മൂല്യങ്ങൾ, ദൗത്യബോധം, കൃപയെക്കുറിച്ചുള്ള ദൈവ ശാസ്ത്ര വീക്ഷണം എന്നിവ പങ്കുവയ്ക്കുന്നു. ദൈവം തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷയോടുള്ള കാഴ്ചപ്പാടും താൻ മുൻപോട്ട് വെച്ചതായിട്ടുള്ള ജീവിത മാതൃകകളും ഈ വേദഭാഗത്തിലൂടെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. 24-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ്: എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നില്ല. However, I consider my life worth nothing to me എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവനാഥൻ വിശ്വസിച്ച് ഫലമേൽപ്പിച്ച ശുശ്രൂഷ സ്വന്തം ജീവനേക്കാൾ വിലപ്പെട്ടതാകണം. ജീവനാഥൻ വിശ്വസിച്ച് ഫലമേൽപ്പിച്ചതായ ശുശ്രൂഷ സ്വന്തം ജീവനേക്കാൾ വിലപ്പെട്ടതാകണമെന്നുള്ള കാഴ്ചപ്പാട് ഈ വേദഭാഗത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുക. ദൈവജനമേ, ജീവിതം വിലപ്പെട്ടതാണ്. എന്നാൽ താൽക്കാലികമോ ബാഹ്യവുമായ ആനന്ദങ്ങളെക്കാൾ ഒരു മനുഷ്യൻ്റെ ജീവിതം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് വിലപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഉദ്ധരണിയാണ്. ഇവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, എൻ്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നില്ല. ലൈഫ് എന്നുള്ളതായ ഇംഗ്ലീഷ് പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം സൂഹോ എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രീക്ക് പദമാണ്. കൊടുത്തിരിക്കുന്നതായിട്ടുള്ള അർത്ഥം സോൾ, ലൈഫ്, സെൽഫ്, ഇന്നർ ബീയിങ് എന്ന അർത്ഥങ്ങളാണ്. ആത്മാവ്, ജീവൻ, സ്വയം, ആന്തരിക അസ്തിത്വം. ഒരു വ്യക്തിയുടെ ജീവശ്വാസത്തെ വികാരങ്ങളുടെയും വ്യക്തിത്വത്തിൻ്റെയും ഇരിപ്പിടത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള പദമാണ്. ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, ജീവശ്വാസം സ്വയത്തിനു വേണ്ടിയല്ല, ജീവനെ സമ്മാനിച്ചവനും ഈ ശുശ്രൂഷയ്ക്ക് എന്നെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചവനും അവൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ്. ദൈവിക ഉദ്ദേശം നിറവേറ്റുന്നതിലൂടെ മാത്രമേ തൻ്റെ ജീവിതത്തിന് ഒരു വിലയുണ്ടാവുകയുള്ളൂ എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അനുദിനം തൻ്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വ്യക്തിത്വമാണ്. അനുദിനം തിരിച്ചറിഞ്ഞതായ ആ ദൈവിക സ്നേഹത്തിലേക്ക് സമസൃഷ്ടികളെ നയിക്കുവാൻ 3
മിഷണറി യാത്രകൾ പൗലോസ്ലീഹ ക്രമീകരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ അന്ത്യോക്കയിൽ തുടങ്ങി സൈപ്രസിലേക്കും ഗലാത്യയിലേക്കുമുള്ള ഒന്നാമത്തെ മിഷണറി യാത്ര. 15-16 അധ്യായങ്ങളിൽ വിവരിക്കുന്ന അന്ത്യോക്കയിൽ തുടങ്ങി ഏഷ്യ മൈനർ, മെസപ്പൊത്തോമിയ, ഏതൻസ്, കൊരിന്ത് എന്നിവിടങ്ങളിലേക്കുള്ള രണ്ടാമത്തെ യാത്ര. 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ അന്ത്യോക്കയിൽ ആരംഭിച്ച് എഫേസോസിൽ ഗണ്യമായ തൻ്റെ സമയം ചെലവഴിച്ച് യെരുശലേം വഴി അന്ത്യോക്കയിലേക്ക് മടങ്ങുന്നതായിട്ടുള്ള മൂന്നാമത്തെ യാത്ര. ഈ 3 മിഷണറി യാത്രകൾക്ക് ഏകദേശം 10-15 വർഷങ്ങൾ സമയം ചെലവഴിച്ചു. ഈ കാലഘട്ടങ്ങളിൽ താൻ സന്ദർശിച്ചതായിട്ടുള്ള സ്ഥലങ്ങളിലെ വിശ്വാസ സമൂഹത്തോട് ദൈവവചനം പങ്കിടുകയും ക്രിസ്തുവിനായി ജനതയെ ഒരുക്കുകയും ദൈവാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. കരയിലൂടെയും കടലിലൂടെയും ഏകദേശം 10,000-ലധികം മൈൽ, ഏകദേശം 16,093 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. ഈ യാത്രകളൊന്നും സുഖകരമായ യാത്രകളായിരുന്നില്ല. ജീവൻ നഷ്ടമായി പോകുന്ന അനുഭവങ്ങൾ, പിന്നോട്ട് സഞ്ചരിക്കാമെന്ന് തോന്നുന്നതായിട്ടുള്ള അപകടങ്ങൾ, അനേക പ്രാവശ്യം തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കടൽക്ഷോഭത്തിൽ നിന്നും കള്ളന്മാരിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും വിജാതീയരിൽ നിന്നും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. വിശപ്പും ദാഹവും ഉറക്കമില്ലാത്ത അനുഭവങ്ങളും താൻ സ്ഥാപിച്ചതായ സഭയെ പറ്റിയുള്ള ഉത്കണ്ഠകളും ജീവിതത്തിൽ അലയടിച്ചതായ നിമിഷങ്ങൾ. മിഷണറി യാത്രയിൽ അനുഭവിച്ച വേദനകളേക്കാൾ സ്വന്തം ശരീരത്തിൽ ഒരു രോഗത്തിന്റെ അനുഭവത്തിലൂടെ പൗലോസ്ലീഹ കടന്നുപോയിരുന്നു. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെയും സുവിശേഷം അറിയിക്കുമ്പോഴും വിശുദ്ധ പൗലോസ്ലീഹ നന്നേ ചെറുപ്പക്കാരനായിരുന്നില്ല. ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ദമസ്കോസിൽ വെച്ച് വലിയവനായ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത് 30-33 വയസ്സിനിടയിൽ ആണ്. റോമൻ പൗരൻ ആയിരുന്നത് കൊണ്ട് കുരിശിൽ തറയ്ക്കാതെ ശിരച്ഛേദം ചെയ്യപ്പെടുന്നത് നീറോ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം ഏകദേശം 60-65 വയസ്സിനും ഇടയിലാണ്. ഇതിന്റെ മധ്യത്തിലാണ് പൗലോസ്ലീഹ ക്രിസ്തുവിന് വേണ്ടി സഞ്ചരിച്ചത്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൽ യാതനകളും വേദനകളും സഹിക്കുവാൻ സർവസന്നദ്ധനായിരുന്നു പൗലോസ്ലീഹ. ജീവിതവും ജീവിതത്തിന്റെ മുൻഗണനകളും ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അനുഗ്രഹീതമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു പൗലോസ്. ദൈവവിളിക്ക് തുടക്കം കുറിക്കുന്നതും തെരഞ്ഞെടുക്കുന്നതും നിയോഗിക്കുന്നതുമെല്ലാം ദൈവം തമ്പുരാൻ തന്നെയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ഇനി ഞാനല്ല ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തുവാണ്. ഇനിയും ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പറയത്തക്ക രീതിയിൽ സ്വന്തം പദ്ധതികൾ ഒക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പുറപ്പാടിന്റെ യാത്രയായിരുന്നു പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. താൻ അനുഭവിച്ചറിഞ്ഞതായ ദൈവത്തെ അനേകരിലേക്ക് പകരുവാൻ തൻ്റെ ജീവിതത്തെ പോലും മാറ്റിവെച്ചുകൊണ്ടുള്ള ജീവിത ക്രമങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ നിഴലിച്ച് നിന്നിരുന്നു. പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുമ്പോൾ സ്വയവും സ്വന്തവുമൊന്നും പ്രഥമ സ്ഥാനം നേടുവാൻ ഇടയാകരുത്. വിളിച്ചു വേർതിരിച്ചതായ നിയോഗിച്ച് അനുദിനം ശക്തീകരിക്കുന്നതായ കർത്താവിന്റെ സാക്ഷിയായി ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട്, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് ഈ ശുശ്രൂഷയിൽ, ഈ വിശുദ്ധ സഭയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കണം. 24-ാമത്തെ വാക്യം അതിന്റെ 2-ാമത്തെ ഭാഗം ഇപ്രകാരമാണ്, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ദിശാമാറ്റം സംഭവിക്കാതെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിറവേറ്റുന്ന അനുദിന ശുശ്രൂഷ. ദിശാമാറ്റം സംഭവിക്കാതെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം നിറവേറ്റുന്ന അനുദിന ശുശ്രൂഷ. എന്താണ് തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ആഗ്രഹിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി ആ ശുശ്രൂഷ അനുദിന ജീവിതത്തിൽ പൂർത്തീകരിച്ചതായ കർത്താവിൻ്റെ വിലപ്പെട്ട അപ്പോസ്തോലനാണ് പൗലോസ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് കർത്താവ് ഏൽപ്പിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ യേശുവിനെ കണ്ടുമുട്ടിയതിലൂടെ ക്രിസ്തീയ പീഡകനിൽ നിന്ന് ഒരു ശിഷ്യനായി തീർന്ന
ജീവിത പരിവർത്തനത്തിന്റെ ചിത്രമാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടേത്. 9-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജാതികളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ ജനതയുടെയും മുൻപിൽ എൻ്റെ നാമം വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നുവെന്നാണ് പൗലോസ് ശ്ലീഹായെ നസ്രായൻ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ശബ്ദം. ഇവിടെ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നു? ദൈവ സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തുന്ന, പാപമോചനത്തെ പറ്റി ഉത്ബോധം നൽകുന്നതായ, രക്ഷയെ സമ്മാനിക്കുന്നതായ നല്ല സുവാർത്തയുടെ ഒരു വാഹകനായി തീരണമെന്നാണ് വിശുദ്ധ പൗലോസിനെ പറ്റി കർത്താവ് ആഗ്രഹിച്ചിരുന്നത്. തൻ്റെ മിഷണറി യാത്രകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപകളെക്കുറിച്ചുള്ള സുവിശേഷം പങ്കുവയ്ക്കുവാൻ വിശുദ്ധ പൗലോസ് പ്രത്യേക ഒരു ജാതിയെയോ വംശത്തെയോ ഗണത്തെയോ തിരഞ്ഞെടുത്തില്ല. അതിരുകൾക്കപ്പുറത്തേക്ക് യാത്രയായി തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷയിൽ ദൈവകൃപയോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് പൗലോസിന് സാധിച്ചു. യാത്രയിലൊക്കെയും ദൂത് പങ്കുവെക്കുന്നതിന് അതീവ താല്പര്യവും അതീവ ശ്രദ്ധയും പൗലോസ് ശ്ലീഹ പുലർത്തിയിരുന്നു. തൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതായ കായിക പദങ്ങൾ ഈ വാക്യത്തിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. റേസ്, ഓട്ടം എന്നുള്ളതായ പദം എന്താണെന്ന് അർത്ഥമാക്കുന്നത്? സഹിഷ്ണുതയോടെ, അച്ചടക്കത്തോടെ, തളരാതെ ദൈവിക നിയോഗം പൂർത്തിയാക്കുന്ന ദൈവിക ശുശ്രൂഷയെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ് ഓട്ടം എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവജനമേ, ചെറിയ ദൂരം താണ്ടുകയായിരുന്നില്ല, ദീർഘദൂരം വേഗത്തിൽ തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ പൗലോസ് ശ്രമിക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തിലെ 42-ലധികം സ്ഥലങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താൻ സന്ദർശിക്കുകയും 20-ലധികം ദേവാലയങ്ങൾ വിശ്വാസ സമൂഹത്തിന്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപിക്കുകയും ചെയ്ത കർത്താവിന്റെ അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ. 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്താണ് ഈ ദൈവകൃപയുടെ സുവിശേഷം? സൃഷ്ടിയോടുള്ള സ്നേഹത്താൽ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷയ്ക്കുള്ള വഴി പിതാവ് ഒരുക്കിയിരിക്കുന്നുവെന്നുള്ള സന്തോഷകരമായ ദൂതാണ് ദൈവകൃപയുടെ സുവിശേഷം എന്ന് അർത്ഥമാക്കുന്നത്. തൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ എത്തി നിൽക്കുമ്പോഴും അതീവ താല്പര്യത്തോടെ അനേകരിലേക്ക് ഈ വചനം പങ്കുവയ്ക്കുക എന്നുള്ള ലക്ഷ്യവും പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. 19-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഇടയായി തീർന്നു. ദൈവം തന്നെ ഭരമേൽപ്പിച്ചതായ ശുശ്രൂഷയുടെ ശോഭ ഒരിക്കലും കെട്ടുപോകാതെ തൻ്റെ ജീവിത അവസാനം വരെയും ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ നിലനിൽക്കുവാൻ വിശുദ്ധ പൗലോസ് ശ്ലീഹായിക്ക് സാധിച്ചു. ദൈവം നൽകിയ കഴിവുകൾക്കനുസരിച്ച് ദിശകൾക്ക് വ്യതിയാനമുണ്ടാകാതെ, സുവിശേഷത്തിൻ്റെ മനോഹാരം നഷ്ടമാകാതെ, ഒട്ടും പിന്നോട്ട് പോകാതെ, വിശ്വസ്തയോടെ സമർപ്പണത്തോടെ ക്രിസ്തു നൽകിയ ശുശ്രൂഷ തികയ്ക്കണമെന്നുള്ള താല്പര്യത്തോടെ വിശുദ്ധ പൗലോസ് സുവിശേഷത്തിൻ്റെ വാഹകനായി തീർന്നു. ഇന്ന് കശീശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ശമാശ, ഈ വൈദിക ശുശ്രൂഷയിലേക്ക് അനുദിനം ഒരുക്കുന്നതും നിലനിർത്തുന്നതും ദൈവമാണ്. അനുദിനം ദൈവം പകർന്നു നൽകുന്ന കൃപയിലാണ് ഈ ശുശ്രൂഷ അനുഗ്രഹീതമായി തീരുന്നത്. ദൈവം അയക്കുന്ന, സഭ നിയോഗിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷയെ കാണുവാനും ശുശ്രൂഷ ചെയ്യുവാനും സാധിക്കണം. സുവിശേഷത്തെ പറ്റിയുള്ള താല്പര്യവും തീഷ്ണതയും അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിക്കണം. പിന്നിട്ട ചുവടുകളുടെയും തന്നിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതായ ശുശ്രൂഷകളെയും പറ്റിയുള്ള നല്ല ചില ഓർമ്മകൾ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. ദൈവം ഭരമേൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ശുശ്രൂഷയുടെ ദിശകൾ ഒരിക്കലും മാറിപ്പോകരുത്. വചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും മറന്നുള്ള ഒരു യാത്ര ഒരിക്കലും ചെയ്യുവാൻ ഇടയായി തീരരുത്. ദൈവ ശുശ്രൂഷയ്ക്ക് മുൻഗണന നൽകി ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും അനുഗ്രഹീതനായ ഒരു പട്ടക്കാരനായി അനുഗ്രഹീതമായ ഈ സഭയിൽ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിന് വലിയവനായ കർത്താവ് സഹായിക്കും. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അനുദിന ജീവിതത്തിൽ ശുശ്രൂഷയിൽ ദൈവം നൽകി ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ.